യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ ഓരോരുത്തരെ അറിയിക്കുന്നു. ഇന്ന് എടുക്കുന്ന വിഷയം ഓടിപ്പോകൽ, വചനപ്രകാരമുള്ള ഓടിപ്പോകൽ. അക്ഷരീയമായ ലോകജീവിതത്തിൽ ഓടിപ്പോകൽ നമ്മളെല്ലാം അറിയുന്നതാണ്, പുതുമയൊന്നുമില്ല. പ്രേമിച്ച് ഓടിപ്പോകും, കൊലപാതകം ചെയ്തിട്ട് ഓടിപ്പോകും, മോഷ്ടിച്ചിട്ട് ഓടിപ്പോകും, ഇങ്ങനെ പലതരത്തിൽ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യം, ഓടിപ്പോകൽ, ആധാരമായി യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യവും റോമാലേഖനം 9-ാം അധ്യായം 33-ാം വാക്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ചില കൊച്ചു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വാക്യം, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കാത്തവൻ ഓടിപ്പോകുമെന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ ലിഖിതപ്പെട്ടതാണ്. അതിന് പ്രേരക ശക്തിയെങ്കിലും വ്യക്തികളാണ് അത് എഴുതിയതെങ്കിലും എഴുതപ്പെട്ട വ്യക്തികളുടെ സംസ്കാരം, ഭാഷ, വിദ്യാഭ്യാസം, ശൈലി, ഇതെല്ലാം ധ്വനിപ്പിക്കുന്നതാണ് ബൈബിളിലെ ഓരോ ഘടകങ്ങളും. അതിൽ അഭ്യസ്ത വിദ്യരായ ആൾക്കാരുടെ ലേഖനങ്ങൾ, എഴുത്തുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരൊക്കെയുണ്ട്. ഇങ്ങനെ 40ഓളം വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ജീവിച്ചവർ അവരെ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടത് ആയതുകൊണ്ടും അതൊന്ന്. രണ്ടാമത്തേത് ട്രാൻസ്ലേഷൻ. ഹീബ്രുവിലും ഗ്രീക്കിലുമാണ് മുഖ്യമായും വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ട. പഴയ നിയമം എബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രുവിലും, പുതിയ നിയമം ഗ്രീക്കിലുമാണെങ്കിലും അതിൽ ഇടയ്ക്ക് ആരാമ്യ പദങ്ങളും മറ്റ് ചില പദങ്ങളൊക്കെ അവിടെ ഇവിടെയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഹീബ്രുവും ഗ്രീക്കുമാണ്. എന്നാൽ തന്നെയും ഈ ഭാഷയിൽ നിന്നും വിവിധ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൊതുവിലുള്ളത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തതും 1901 ഇറങ്ങിയ ബൈബിളാണ്. എന്നാൽ അതിന് പല വേർഷൻ 2017 ഇതേ ബൈബിൾ സൊസൈറ്റി ഇന്ത്യയുടെ പുതിയ വേർഷനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഭാഷയിൽ മലയാളത്തിലും തമിഴിലും ഉറുദുവിലും കന്നഡയിലും തെലുങ്കിലും തുടങ്ങി ഇന്ത്യയിലെ വിവിധ ഭാഷകൾ, ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഷാന്തരം നടത്തിയ പുസ്തകമാണല്ലോ ബൈബിൾ. ബിബ്ലിയോസ് എന്നാൽ പുസ്തകമെന്നേ ഉള്ളൂ. എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ പുസ്തകത്തിന് ഗ്രീക്കിൽ ബിബ്ലോസ് എന്നാണ്. അപ്പോൾ വിശുദ്ധ ബൈബിൾ, ആ പുസ്തകം വിശുദ്ധമാകുന്നത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടാണെങ്കിലും അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്തവരെല്ലാവരും ഒന്നും പരിശുദ്ധാത്മാവിനുള്ളവരല്ല. എൻ്റെ 3-ാം പുസ്തകത്തിൽ പൊരുളും തെളിവ് എന്ന ഗ്രന്ഥത്തിൽ ബൈബിളിനെ കുറിച്ചുള്ള ഏറെക്കുറെ എന്താണ് ബൈബിൾ ഏത് കാലഘട്ടത്തിൽ എഴുതി, ആരൊക്കെയാണ് അന്ന് ട്രാൻസ്ലേഷനിൽ പങ്കാളിയായത്, ഇതെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പ്രത്യേകിച്ചും പെന്തക്കോസ്ത് മേഖലയിലെ പാസ്റ്റേഴ്സിന് പറ്റുന്ന ഒത്തിരി അപാകതകളിൽ ഒന്നാണ്, ഒരു ബൈബിൾ മാത്രം ഉപയോഗിച്ചിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രസംഗിക്കുന്നത് അനവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് നിങ്ങൾ മറക്കരുത്. ഞാനതാ ഉദ്ദേശിച്ച് പറഞ്ഞത്. മലയാളം ബൈബിളിൽ തന്നെ വ്യത്യസ്തമായ വേഷമോശാന ബൈബിളുണ്ട്, കത്തോലിക്കരുടെ ബൈബിളുണ്ട്, POC ബൈബിളുണ്ട്, ഭാരത് ബൈബിൾ സൊസൈറ്റി ഇറക്കിയ ബൈബിളുണ്ട്. ഇങ്ങനെ മലയാളത്തിൽ തന്നെ 8-9 ഭാഷാന്തരമുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ അനവധി നേരിട്ട് കണ്ടതും ഓൺലൈനിലുള്ളതും ഒക്കെ. അങ്ങനെ അതുകൊണ്ട് ഒരു ഭാഷയിലെ പുസ്തകം ബൈബിൾ മാത്രം എടുത്ത് അതിലൊരു വാക്യത്തെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കുമ്പോൾ അനവധി ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ ക്ലാസ്, പുസ്തകങ്ങൾ, യൂട്യൂബ്, എല്ലാ പ്രോഗ്രാമുകളൊക്കെ തന്നെ ചോദ്യോത്തരങ്ങളിൽ കൂടിയാണ്. അതൊരു ഗ്രീക്ക് ശൈലിയാണ്. സമൺ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ ആൻസർ. അതാണ് ഫിലോസഫി. ഒരുവൻ ചോദ്യം ചോദിച്ചാൽ ഉത്തരമുണ്ടാകും. Nobody is asked any question, there is no answer. ആരും ചോദിക്കുന്നില്ലേ, ഉത്തരവില്ല. ചോദ്യങ്ങളിൽ കൂടെ ഉത്തരം കാണുന്ന പഠിപ്പിക്കലാണ് എൻ്റേത്. അത് ഗ്രീക്കുകാരുടെ ശൈലിയാണ്. കാരണം ക്രിസ്തു ജനിക്കുന്നതിന് 2300 വർഷങ്ങൾക്ക് മുമ്പ്
ഓരോ ഗ്രീക്കുകാരനും അന്യോന്യം ചോദിക്കുകയും ചന്തസ്ഥലത്തും അഗോറ മറ്റു സ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിൽ പോയി ഓരോ ഈ രണ്ട് പേരായി, അങ്ങനെയാണ് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ അങ്ങനെയായിരുന്നു സമൂഹത്തോട് ഇടപെട്ട്. നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? ദൈവം ഇല്ലേ? ഇങ്ങനെ ചോദ്യങ്ങളിൽ കൂടെ അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കി. തിയോസ് ദൈവം, തിയോളജി ദൈവശാസ്ത്രം. ഭൂമിയെക്കുറിച്ച് കുറെ പേർ ചിന്തിച്ചു. ഭൂമി എങ്ങനെ ഉണ്ടായി? ഭൂമിയുടെ അകത്തേക്ക് ആഴം എത്രയുണ്ട്? ഭൂമിക്ക് അതിനെങ്ങനെയാണ്? ഉരുണ്ടതാണോ പരന്നതാണോ? എങ്ങനെ ചിന്തിച്ചു. അതിന് ജിയോഗ്രഫി എന്നിട്ടു. ഇതെല്ലാം നമ്മൾ ഇന്ന് ആധുനിക മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളും പ്രയോഗങ്ങളെല്ലാം ഗ്രീക്ക് ആണെന്ന് മറക്കരുത്. പ്രത്യേകിച്ചും തിയോളജിയിൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഗ്രീക്ക് ആയതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പദപ്രയോഗങ്ങളും ഈ ഗ്രീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കും. നെഫ്രോളജി, നെഫ്രോ എന്ന് വെച്ചാൽ അരിപ്പ എന്ന നമ്മുടെ കിഡ്നി, വൃക്കക്കി പറയുന്ന, അതൊക്കെ ക്രിസ്തു ഭൂമി ജനിക്കുന്നതിന് മുമ്പും 2300 2400 വർഷങ്ങൾക്ക് മുമ്പ് അവർ കണ്ടെത്തി പഠിച്ചത് ചോദ്യങ്ങളിൽ കൂടെ ഉത്തരമായിരുന്നു. സത്യം എന്താണ്? അസത്യം എന്താണ്? വിധി എന്താണ്? ജ്ഞാനം എന്താണ്? അറിവെന്താണ്? ഇങ്ങനെ ചോദിച്ചു. കുറെ പേർ ആകാശം നോക്കി നടന്നു. അസ്ട്രോനോട്ടോസ് എന്ന് വിളിച്ചു. അസ്ട്രോനോട്ടോസ് എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെ തേടിപ്പോകുന്നവെന്ന, അതിൽ ഇംഗ്ലീഷിൽ ആസ്ട്രോനോട്ട് വന്നത്. ഇങ്ങനെ കടൽ, ഓഷ്യാനോളജി, കടൽ, സമുദ്രം, സമുദ്രത്തിന് ആഴം, ഇങ്ങനെ അനവധി ചോദ്യങ്ങളിൽ കൂടെ. അതുകൊണ്ട് ഞാൻ യൂത്തിനും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയും, കുട്ടികളെ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. പേരൻസ് ഇതോടനുബന്ധിച്ച് ഞാനും നിങ്ങളോട് പറയട്ടെ, പെന്തക്കോസിലെ പാസ്റ്റേഴ്സിനോട് ചോദ്യം ചോദിക്കുന്നവർക്ക് ഭയങ്കര ചതുർത്ഥിയാണ്. ഞാനും ചിലയിടത്തൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ഭാഷ എന്തിനായി ഇങ്ങനെ പ്രസംഗിച്ചാൽ പോരെ, ചോദ്യങ്ങൾ എന്താ ചോദിക്കുന്നത്? തെറ്റാണ്. ചോദ്യങ്ങളിലുണ്ടെങ്കിൽ ഉത്തരമുണ്ട്. ഞാൻ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ കിടന്ന് ഉരുത്തിരിഞ്ഞ് ആ ചോദ്യം എന്താണ്, അതിന് ഉത്തരമുണ്ടോ? ഉത്തരം സ്വയം കണ്ടെത്തുന്നതാണ് അറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഉത്തരം തന്നാൽ മതി. നേരിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടെത്തുക. അറിവുള്ളവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധി ഇരുന്ന് കാത്തിരിക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പരിശോധിക്കുക, അല്ലെങ്കിൽ ബുക്ക് പരിശോധിക്കുക. കണ്ടറിയാം, കേട്ടറിയാം, കണ്ടുപിടിക്കാം, കേട്ടുപിടിക്കാം, അധ്യാപകരിൽ നിന്ന് പഠിക്കാം, ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാം, പരിശുദ്ധാത്മയിൽ നിന്ന് പഠിക്കാം, ദൈവത്തിൽ നിന്ന് പഠിക്കാം. വിവിധ സോഴ്സുകൾ പഠിക്കാനുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ഇവിടുത്തെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യ ശകലം ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. നമ്മൾ ടോപ്പിക്ക് മറക്കരുത്, ഓടിപ്പോകൽ. അങ്ങനെയെങ്കിൽ വിശ്വസിക്കാത്തവൻ ഓടിപ്പോകുമോ എന്ന് ചിന്തിച്ചാൽ തെറ്റാണ്. ആരാണ് ഓടിപ്പോകുന്നത്? 2, എവിടെ നിന്നാണ് ഓടിപ്പോകുന്നത്? 3, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? 4, ഓടിപ്പോകുന്നവരെല്ലാം നല്ലവരാണോ? 5, ഓടിപ്പോകാത്തവരെല്ലാം ചീത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ദുഷ്ടരാണോ? ഇങ്ങനെ ഒന്നിൽ നിന്ന് അനവധി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ബൈബിളിൽ സദൃശവാക്യം 28:1 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുമെന്ന് വചനം പറയുന്നു. അതിനെയും തിരിച്ച് നമുക്ക് ചിന്തിക്കാം. ഓടിപ്പോകുന്നവരെല്ലാം ദുഷ്ടന്മാരും ഓടിപ്പോകാത്തവരെല്ലാം നീതിമാന്മാരും എന്ന് കരുതാമോ? അങ്ങനെ പ്രസംഗിക്കാമോ? ബൈബിൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പ്രസംഗിച്ചാൽ ഞാൻ അന്നേരം ചോദ്യം ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് ചിന്തിക്കാതെ, അന്ധമായി വിശ്വസിക്കാതെ, കാലഘട്ടത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ട്. ദയവായി താഴ്മയും വിനയത്തോടെ പറയട്ടെ, ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ല ഇന്ത്യക്കാരായ നമ്മളോടും അമേരിക്കക്കാരോടും അല്ല. പഴയ നിയമത്തിലെ ഭൂരിപക്ഷ പ്രവചനങ്ങളും ആലോചനകളും തൻ്റെ ജനമായ യഹൂദ ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ. എന്നാൽ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ നമുക്കതെടുക്കാം, മറക്കരുത്. അപ്പൊ ആത്മീയ അർത്ഥം വേറെ, അക്ഷരീയ അർത്ഥം വേറെ. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം, അക്ഷരീയമായ അർത്ഥത്തിൽ എടുക്കേണ്ടത് ആത്മീയ അർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിൽ എടുക്കേണ്ടത് അക്ഷരീയ അർത്ഥത്തിലും എടുത്ത് എല്ലാം കൊളാപ്സ് ആക്കിയതാണ് പെന്തക്കോസ്റ്റിലെ പ്രസംഗങ്ങളുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സിന്റെ വലിയ അപാകത. എന്നാൽ നമ്മുടെ പഴയ തലമുറ കടന്നുപോയ വിശ്വാസധാരയിൽ നിന്നും മരിച്ചുപോയ പഴയ തലമുറകൾ ഉന്നത വിദ്യാഭ്യാസം, സെക്യുലർ വിദ്യാഭ്യാസമോ തിയോളജി ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവർക്ക് ദൈവകൃപയുള്ളത് കൊണ്ട് അവർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് മറക്കരുത്. അപ്പോ
തിരുവഴുത്ത് പരിശോധിച്ചാൽ ആദ്യ ഓടിപ്പോയത് കായീനാണ്. കായൻ എന്ന എബ്രായ ഭാഷ പദത്തിനർത്ഥം സമ്പാദ്യമെന്ന ആണ് അർത്ഥം. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് ഹൗവ ഭൂമിയിലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിക്കുന്ന ആദ്യത്തെ പുരുഷപ്രജയാണ് കയൻ. പക്ഷെ ആദ്യത്തെ കൊലപാതകനും അവനായി തീർന്നു. നോക്കണം, ആദാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ആദാമിന്റെ പ്രോട്ടോടൈപ്പ്, ആദാമിന്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നും എടുത്ത് ഹൗവയെ സൃഷ്ടിച്ചു. ഹൗവയുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്നൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല. കാരണം അതുകൊണ്ടാണ് പുരുഷന് സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം എന്നും അനുസരിക്കണമെന്നും പറയാൻ കാരണം പുരുഷന്റെ അസ്ഥി, പുരുഷന്റെ മാംസം എല്ലാം പുരുഷനോട് കടപ്പെട്ടിരിക്കുന്നു. അത് നീ സ്ത്രീകൾ മറക്കരുത്. നിങ്ങൾ എത്ര വിദ്യാഭ്യാസവും എത്ര കഴിവും സ്ഥാനവും മാനവും കിട്ടിയാലും വചനപ്രകാരം നിങ്ങൾ പുരുഷനോട് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പുരുഷന്റെ ശരീരവും പുരുഷന്റെ മാംസവും പുരുഷന്റെ അസ്ഥിയുമാണെന്ന് മറക്കരുത്. അപ്പോൾ ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആദ്യത്തെ പുരുഷപ്രജയായ കായീൻ, അതുകൊണ്ടാണ് ഹൗവ അങ്ങനെ പേരിട്ടത്. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് കായേൻ, കയീൻ എന്നല്ല, മലയാളമാണ്, കായേൻ എന്നാണ് ഹീബ്രുവിന്റെ ഉച്ചാരണം. സമ്പാദ്യം എന്നർത്ഥം. അങ്ങനെ ആദ്യത്തെ കൊലപാതകനായി തീർന്നു. അപ്പൊ ഈ ഏതേന് കിഴക്ക് ദേശമായ നോദിലേക്ക് പോയെന്ന് ഉൽപ്പത്തി പുസ്തകം 4:16 എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കായേൻ മാതാപിതാക്കളെയും മറ്റ് കൂടെയുള്ള, കാരണം ആദാമിന്റെ ആയുസ് 916 സംവത്സരം എന്ന് ഇറക്കം എഴുതിയിട്ടുണ്ട്. അതിൽ ഇത്രയും കാലഘട്ടത്തിൽ മക്കളും കൊച്ചുമക്കളുമായിട്ട് അനവധി പേർ ജനിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും മൂത്ത സന്ധി ആദ്യ സന്തതിയാണല്ലോ. ഈ കായൻ എന്തിനാ ഓടിപ്പോയത്? വീട്ടിൽ സമാധാനം ഇല്ലായിട്ടോ? അത് നീകാലത്താണല്ലോ പറയുന്നത്. ഇല്ല, മറ്റനിയന്മാർക്കും പെങ്ങന്മാർക്കും ഒക്കെ കൂടുതൽ പ്രോപ്പർട്ടി ഷെയർ കൊടുത്തു, അതുകൊണ്ടാണ്. അല്ല, അനിയത്തിയെ ഒക്കെ വിദേശത്ത് പഠിക്കാൻ വിട്ടു, എന്നെ വിട്ടില്ല, അതുകൊണ്ടാണോ? കായൻ ഓടിപ്പോയതിന് പ്രത്യേക കാര്യകാരണങ്ങളൊന്നും വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഊഹാഭാവങ്ങളാണ്, റസ്യൂം മാത്രമേ ഉള്ളൂ. ഊഹിച്ച് പ്രസംഗിക്കരുത്, പഠിപ്പിക്കരുത്. പക്ഷെ സംശയമായി ചിന്താശകലം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പല പ്രഭാഷകരും വേദി ഇരുന്നുകൊണ്ട് വെള്ള നമ്മളാണ്, പച്ച അവരാണ്, ഓറഞ്ച് ഇവരാണെന്നൊക്കെ പറഞ്ഞ കോൺട്രാവേഴ്സി സൃഷ്ടിച്ചതിന്റെ കുഴപ്പം, ഞാൻ ഇങ്ങനൊരു ആശയം പറഞ്ഞോട്ടെ, എന്റെ ചിന്തയാ കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേടുണ്ടാകുകയല്ല. ആ മനുഷ്യന്റെ തെറ്റായ കോൺട്രാവേഴ്സികളാണ് ഒരു സിനിമയ്ക്ക് ആധാരം. മറക്കരുത്, ദൈവത്തിന്റെ വചനത്തെയും ദൈവാത്മാവിനെയും നിന്ദിക്കപ്പെടാൻ തക്കവണ്ണം ഒരു പ്രസംഗ വിഷയമുണ്ടാകാൻ, ഒരു സിനിമയുണ്ടാകാൻ, അതിലെ നായകനും ഡയറക്ടറും ഒക്കെ മറ്റൊരു ഇതര മതസ്ഥനാണെന്ന് മറക്കരുത്. അപ്പൊ ദൈവവചനത്തെ കോട്ടിക്കളയുന്ന ചിലരുടെ പ്രസംഗം മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്ക് പറഞ്ഞത്. അപ്പൊ കായൻ എന്തിനാ ഓടിപ്പോയത്? കാരണങ്ങളൊന്നുമില്ല. അപ്പോ നോദ് എന്ന സ്ഥലം അതിന് അലഞ്ഞു തിരിയുന്നതെന്നാ. നോക്കണം, ഓടിപ്പോകുന്നവൻ ചെല്ലുന്ന ദേശം അലഞ്ഞു തിരിയുന്ന അർത്ഥമാകട്ടെ. അതുകൊണ്ട് അവിടെ എല്ലാവരും അറിഞ്ഞു തിരിഞ്ഞു എനിക്കറിയില്ല. പക്ഷെ പൗരാണിക കാലത്തെ മനുഷ്യ സമൂഹങ്ങൾ, കമ്മ്യൂണിറ്റി മുഴുവനും തന്നെ ഗോത്രങ്ങളായി അലഞ്ഞു തിരിഞ്ഞ് കൃഷിയൊന്നും ചെയ്യാതെ വേട്ടയാടി തിന്നാനുള്ളത് കിട്ടുന്നിടത്ത് മാത്രം നിന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഗോത്രമായും ഗോത്രങ്ങൾ പിന്നീട് രാജവാഴ്ചയിലേക്കൊക്കെ ആയത്. കൂട്ടുഭരണം, മോബോക്രാസി. അതിപുരാതന കാലങ്ങളിൽ ഏകാധിപത്യം, കഴിവും ആരോഗ്യമുള്ളവൻ തൻ്റെ കുടുംബത്തിലെ അനവധി ഭാര്യമാരും മക്കളുമായി അവരെ ഒന്നിച്ചു ഭരിച്ചതാണ് മൊബോക്രാസി. അതിൽ നിന്നാണ് പിന്നെ ഡെമോക്രസിയൊക്കെ പിൻകാലത്തുണ്ടായത്. മോബോക്രാസിയുടെ മറ്റൊരു രൂപാന്തരമാണ് ഡെപ്റ്റോസിസം, അല്ലെങ്കിൽ രാജഭരണം. രാജാവ്, അധികാരം പിടിച്ചെടുത്ത ഒരുവൻ രാജാവായി ഇതൊക്കെ വന്നത്. അപ്പോൾ അലഞ്ഞു തിരിയുന്നതായിരുന്നല്ല അന്നത്തെ ഭാഗമെന്ന് മറക്കരുത്. അടുത്ത ഓടിപ്പോക്കുകാരനാണ്, നമുക്കതല്ല, യോനയാണ്. യോന എങ്ങോട്ടാണ് ഓടിപ്പോയത്? യോനയെ ദൈവം നിയോഗിച്ചു. നീ എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? തർശീസിലേക്ക് ഓടിപ്പോവാൻ പറഞ്ഞു. ഇല്ല, ദൈവം പറഞ്ഞത് ഓടിപ്പോകാനല്ല. ദൈവം പറഞ്ഞത്
നീ ഇന്ന ദേശത്ത് പോയി ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം, അവരോട് പറയണം. പക്ഷേ യോന എന്താ ചെയ്തത്? ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായി കൗണ്ടർ ജേർണി, എതിർ ദിശയിലേക്ക് പോയി. തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക്, ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ തനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. പ്രോപ്പറായിട്ടാണ് കേട്ടോ, ഈ മാന്യൻ വളരെ മാന്യനാണ്. നൂഹ് ഈ ഇദ്ദേഹം മാന്യനാണ്. കാരണം കള്ളത്തരത്തിലല്ല പോയത്. തർശീസിലേക്ക് പോകാനുള്ളൊരു കപ്പൽ കണ്ട് ടിക്കറ്റ് എടുത്ത് പ്രോപ്പർ വഴി തന്നെയാ പോകുന്നത്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു എങ്കിലും ഭൂമിയിലെ നിയമമൊക്കെ പാലിക്കുന്ന നല്ല മനുഷ്യൻ, അത് മറക്കരുത്. അപ്പോ ആരായാലും ശരി ദൈവം പറഞ്ഞ അനുസരിക്കുകയല്ലേ വേണ്ടത്. യാനെ എന്ന എബ്രായ പദത്തിന് നിഷ്കളങ്കൻ, പ്രാവ് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ കയ്യിലിരിപ്പ് മുഴുവനും കുരുത്തക്കേടും അനുസരണക്കേടും ധിക്കാരവും ഒക്കെയാണ്. ഇത് നമ്മൾ പലരും അങ്ങനെയല്ലേ. വീശ പഠിച്ച് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് കണ്ടാൽ പരമദയാലു ഭക്തൻ, അയ്യോ വാ തുറന്നാൽ അന്യഭാഷയെ വരുവുള്ളൂ. ഞാൻ ആരെയും പേരെടുത്തൊന്നും പറയുന്നില്ല, പ്രസിദ്ധരും കുപ്രസിദ്ധരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓർക്കണം, വിമർശന ബുദ്ധിയാൽ പറയുന്നത്, നിങ്ങൾ എന്നെയും വിമർശിച്ചു. അന്യോന്യം വിമർശിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി കർത്താവ് പരസ്യമായി യഹൂദനായിരുന്ന ക്രിസ്തു തൻ്റെ കൂട്ടത്തിലുള്ള പരീശന്മാരെയും ശാസ്ത്രിമാരെയും പരസ്യമായി വിമർശിച്ചത് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് മടങ്ങി വരാനാ. അതുപോലെ പരിശുദ്ധാത്മാവ് നിയോഗത്തിൽ ഞാനും നിങ്ങളോട് പരസ്യമായി പറയട്ടെ, വിമർശിക്കുന്നത് നമ്മളിലുള്ള കുറ്റങ്ങളെ കുറവുകളെ തിരിച്ചറിയാനാണ്. രണ്ടാമത്തെ വിദ്വാനാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്ന യോന. തർശീസിലേക്ക് ഓടിപ്പോയി. ഇന്നത്തെ സ്പെയിൻ ആണെന്നാണ് പൊതുവിൽ തിയോളജിയന്മാരുടെ കണ്ടെത്തൽ. കൃത്യമായി അറിയില്ല, അത് ഏതുമാകട്ടെ. പക്ഷെ എൻ്റെ ധാരണ ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും ധൂർത്തപുത്രൻ മുടിയൻ പുത്രൻ എന്നുള്ളതൊന്നും അങ്ങനെ ഒരു പദപ്രയോഗം തന്നെ വിശുദ്ധ ബൈബിളില്ല. ഇളയ പുത്രൻ എന്തുമാകട്ടെ, ഇളയ പുത്രനും അപ്പന്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് പോയത്, ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലഘട്ടമല്ല ആണല്ലോ. അപ്പന്റെ ദൃഷ്ടി എത്താത്ത ദേശത്ത് പോയാൽ ആ സേഫ് സോണിൽ അപ്പൻ വന്ന് ശല്യമൊന്നും ചെയ്യുകയല്ലോ. സേഫ് സോണിൽ ഇരിക്കാമെന്നും പറഞ്ഞു പോയതാണ് ഇളയപുത്രൻ എന്ന ധൂർത്തപുത്രൻ. രണ്ടാമത്തെ യോനയും ഓർത്തു, ഈ തനിക്കറിയാവുന്ന ദേശം, അതായത് മധ്യപൂർവ ഏഷ്യയിലെ അറിയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം ബൈബിൾ എഴുതിയിട്ടുണ്ട്. സിറിയ, ക്യാപിറ്റൽ ഡമസ്കസ്, പലസ്തീൻ എന്ന് പറയുന്ന ഇന്നത്തെ ഫെലിസ്തീർ ആ ദേശം, പാഴ്സി ദേശം, ഇങ്ങനെ എത്യോപ്യ, കൂഷ്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പദമാണല്ലോ. ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മധ്യപൂർവേഷ്യയിലെ ദേശങ്ങളെല്ലാം ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിഷ്കളങ്കനായ യോഹന ഉപദേശി ചിന്തിച്ചു, ഈ പറയപ്പെട്ട ദേശത്തെ ഈ സർക്കിളിൽ ദൈവം അറിയും. അപ്പം ബൈബിളിൽ പറയാത്തൊരു ദേശത്തേക്ക് പോയാൽ തമ്പുരാനും കാണുകയല്ല, ആരും കാണുകയല്ലോ എന്നായിരിക്കും വിചാരിച്ചത്. കക്ഷി നിഷ്കളങ്കനല്ലേ, ശുദ്ധ ഹൃദയമുള്ളവനല്ലേ, പാപം ഇല്ലാത്തവനല്ലേ. നമ്മൾ അങ്ങനല്ലേ അല്ലേ വിശ്വാസികളെ? എന്താ വിശുദ്ധി! നമ്മൾ വിശുദ്ധി മാത്രമേ നമുക്കുള്ളൂ. അത് പകല് മറ്റ് രഹസ്യമായി അശുദ്ധി മാത്രം ചെയ്യുന്നവരെ നിങ്ങൾ ഓടിപ്പോകുമോ? മടങ്ങി വരട്ടെ. നിഷ്കളങ്കനായ ഓനെ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തിട്ട്. എന്നെ ചിന്തിപ്പിച്ചതും എനിക്ക് രസമായി തോന്നിയതാ, ഇദ്ദേഹം എവിടെയാ ടിക്കറ്റ് എടുത്ത് കയറിയത്? കപ്പലിലാണേലും ഫ്ലൈറ്റിലാണേലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണേലും ടിക്കറ്റ് എടുത്താൽ നമ്മൾ ഇരിക്കേണ്ടത് സീറ്റ് നമ്പർ അനുസരിച്ചോ ഇന്നത്തെ കാലത്തിൽ, അല്ലെങ്കിൽ ലഭ്യമായ സീറ്റിലിരിക്കണം. പക്ഷെ യോന ഉപദേശി ഒളിച്ചോടിപ്പോകുന്നവനായതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഏറ്റവും അടി, കപ്പലിന് 3 ഭാഗമാണ് അല്ലേ? 3 ഭാഗമാണ്. അത് നോഹയ്ക്ക് കൊടുത്ത പ്ലാൻ അനുസരിച്ച 3 അറകൾ. ഏറ്റവും അടിയിലുള്ളത് മെഷീൻ ഉപയോഗിക്കുന്ന കപ്പലിന്റെ മെഷീൻ റൂമാണ്, എൻജിൻ റൂമാണ്. അതിൻ്റെ മുകളിലുള്ളത് ഈ പാസഞ്ചേഴ്സിന്റെ ബാഗേജുകൾ വെക്കുന്ന ഏറ്റവും മുകളിലാണ് പാസഞ്ചർ ഷിപ്പിന്
യാത്രക്കാർക്കുള്ള. ഇങ്ങനെ 3 ഭാഗം. അപ്പൊ യാത്രക്കാരുടെ കൂടെ ഇരുന്നാൽ താൻ ആരെ അങ്ങോട്ട് പോകുന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുറെ നേരം അവിടെ ഇരിക്കുമ്പം അന്യം ചോദിക്കും, എന്താ പേരെന്താ, എങ്ങോട്ട് പോകുന്നു, ബിസിനസ് ആണോ, ജോലിയാണോ, എന്താ പറയുന്നൊക്കെ ചോദിക്കുന്ന ഞാനും സംസാരിക്കുന്ന മറ്റുള്ളവരും സംസാരിക്കണം, അത് വേറെ വിഷയം. അപ്പം ഇത് കരയായിരിക്കാനായിട്ട് ടിക്കറ്റ് എടുത്ത് അടിത്തട്ടിപ്പോയി കിടന്നു. ജനങ്ങളും കാണരുത്, തമ്പുരാനും കാണരുത്, ആരും കാണാതിരിക്കാൻ. പക്ഷേ ആകാശത്തെയും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിന് കപ്പലിന്റെ അടിത്തട്ടിലല്ല, സമുദ്രത്തിന്റെ അടിത്തട്ടിലും ഗർഭാശയത്തിൽ കിടക്കുന്ന മനുഷ്യരെയും കാണാൻ കഴിവുള്ള ദൈവം കണ്ടു. യോന പോയ കപ്പലിന് മാത്രമേ കാറ്റിന്റെ കോളുണ്ടായുള്ളൂ എന്ന് മറക്കരുത്. ആ സമുദ്രത്തിൽ വേറെയും കപ്പൽ ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വലിയ യാനമൊന്നുമല്ല അന്നത്തെ നിലയിലുള്ള. പക്ഷെ യോന ഉപദേശി കയറിയ കപ്പലിന്റെ ഭാഗത്ത് മാത്രമാണ് തമ്പുരാൻ കാറ്റടിപ്പിച്ചത്. പക്ഷെ അവിടെയുള്ള അവിശ്വാസികളായ സത്യദൈവത്തെ അറിയാൻ കഴിയാത്തവരും പോലും ഭയപ്പെട്ടിട്ട് കപ്പൽ പ്രമാണി ക്യാപ്റ്റനും കപ്പലിന്റെ ഓണറും പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവനവന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാ. ഏത് ദൈവമാണ് വിടിയിക്കെന്ന് പറയാൻ പറ്റിയല്ലോ. ഒന്നുകിൽ യേശു ക്രിസ്തുവിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പുണ്യാളന്മാരെ വിളിക്കണം. പുണ്യാളന്മാരെ ഒന്നും കിട്ടിയില്ലേ നാട്ടിലെ പ്രവാചകന്മാരെ വിളിക്കണം. ഒരു പ്രവാചകൻ ആലോചന അത് ശരിയില്ലെങ്കിൽ മറ്റൊരു പ്രവാചകനെ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നാളും രാശിയും നോക്കുന്ന ഈ എന്താ ഹസ്തരേഖ അവരെ നോക്കണം. ഇങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് വിടുതൽ കിട്ടണ്ടേ? ഇല്ലേ? ഇങ്ങനല്ലേ? ഒരു പുരേരി അടുത്തുനിന്ന് പ്രാർത്ഥിച്ച് ശരിയായില്ലെങ്കിൽ അടുത്തടുത്ത് പോകും. പെന്തക്കോസുകാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ വിടുതലിന് വേണ്ടി ഓരോരുത്തരെ പുറകെ ഓടിപ്പോകണ്ട. എനിക്കും ദൈവം വചനം തന്നിട്ടുണ്ട്, ഭൂതങ്ങളുടെ അധികാരം തന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചിലരോട് പറയും, നിങ്ങൾ അവിടെ ഇവിടെയും കറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം എന്നിൽ കൂടെ നിങ്ങൾ കൂടെ പറയുന്ന ദൈവിക ആലോചന അനുസരിക്കാൻ തയ്യാറാകാതെ, മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ക്കാതെ നിങ്ങൾ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. നിങ്ങളുടെ കൂട്ടായ്മയും വേണ്ട. ഇങ്ങനെ പറയാമെങ്കിൽ പല കുഴപ്പങ്ങളും മാറും. മടങ്ങി വരട്ടെ. യോനായ ഉപദേശി അടുത്തെട്ടിക്കിടക്കുമ്പോഴും യഹോവയായ ദൈവം കടലിൽ ഒരു കാറ്റടിപ്പിച്ചു. ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തെ വിളിക്കാനായിട്ട് അപേക്ഷിച്ചു. അങ്ങനെ കപ്പൽ പ്രമാണി നോക്കുമ്പോൾ ലഗേജിന്റെ ഇടയ്ക്ക് ഒരുത്തൻ കിടക്കുന്നു. നീ എന്താ അവിടെ കിടക്കുന്നത്? ഈ സംഭവിച്ചൊന്നും നീ അറിയുന്നില്ലേ? നീ എഴുന്നേറ്റ് നിന്നിട്ട് ദൈവത്തെ വിളിക്കുക. സത്യം തുറന്നു പറയാനുള്ള അവസരമാണെന്ന് മനസ്സിലായി പറഞ്ഞു. ആകാശം ഭൂമി സൃഷ്ടിച്ച ഏക സത്യ ദൈവത്തെ വിശ്വസിക്കുന്ന ആരാണ് ഞാൻ ഇങ്ങനെ അനുസരണക്കേട് കാണിച്ചതാണ്, ഞാൻ നിമിത്തമാണ് ഈ അനർത്ഥം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം, എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ മതി. ഇതൊരു കുരുട്ടുകുത്തിയാ. ദൈവത്തിന്റെ ആലോചന തിരസ്കരിച്ച കപ്പൽ കയറി വേറൊരു ദേശത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതിയവൻ എന്തായാലും നിഷ്കളങ്കനായ എൻ്റെ പേര് പോലെ തന്നെ അവൻ സത്യം പറഞ്ഞു. എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ പ്രശ്നം തീരും. അതിൻ്റെ അകത്തൊരു കുരുട്ടുകുത്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരന്, എന്നെ ഈ കടലിലിട്ട് ദൈവം രക്ഷിച്ചില്ല, ഞാൻ ചത്തുപോയാൽ എൻ്റെ ആത്മാവ്, നിങ്ങൾ തള്ളിയിട്ട സ്വയം ചാടിയാൽ ആത്മഹത്യയാവും, എൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. നിങ്ങൾ പിടിച്ചിട്ടാൽ എൻ്റെ ആത്മാവ് മരിച്ചു പോയാൽ തന്നെ എൻ്റെ ആത്മാവ് നിത്യതയിൽ കാണും. എന്തൊരു ബുദ്ധിയല്ലേ! സ്വയം ചാടാൻ പോവാതെ മറ്റുള്ളവരെ കൊണ്ട് പ്രേരിപ്പിച്ചു. എന്തായാലും ദൈവം അവിടെ ഒരുക്കി വന്നിടത്തു തന്നെ ഏത് ബോട്ടിൽ നിന്നാണോ കയറിയത് അവിടെ തന്നെ കൊണ്ട് ഇട്ട് വീണ്ടും അയക്കേണ്ടിടത്ത് അയച്ച് ന്യായവിധിയെക്കുറിച്ച് തന്നെയാണ് യോന പ്രസംഗിച്ചത്. അവിടെ എന്നെ ചിന്തിപ്പിച്ചത്, യോന തെരുവീതിയിലാണ് പ്രസംഗിച്ചെങ്കിലും അവിടുത്തെ രാജാവിൻ്റെ പേരൊന്നും ബൈബിളില്ല, ചരിത്രത്തിലുണ്ട്. അത് വളരെ ക്രൂരന്മാരായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്, അന്നത്തെ അക്കാലത്തെ രാജാക്കന്മാർ. പക്ഷെ രാജാവും മാനസാന്തരപ്പെട്ടു. ന്യായവിധിയെക്കുറിച്ച് അന്യദേശത്തു നിന്നുള്ള ഒരു എബ്രായൻ വന്ന് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു എന്ന് കേട്ട് രാജാവ് അവനെ കൊല്ലാനല്ല പറഞ്ഞത്, മറിച്ച് നമുക്കും മൃഗങ്ങൾ ഉൾപ്പെടെ മാനസാന്തരപ്പെടാൻ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ മൾട്ടിപ്പിൾ റൂട്ടുകൾ മനസ്സിലാക്കണം. അവൻ അനുസരണക്കേട് കാണിച്ചാലും ദൈവം അത് പ്രയോജനമാക്കി.
മൂന്നാമത്തെ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇളയ പുത്രൻ. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ ബൈബിൾ അങ്ങനെ തന്നെ അങ്ങ് പ്രസംഗിക്കരുത്. അതിൻ്റെ ഇടയിൽ ഉള്ള ദൈവിക മർമ്മങ്ങളും യഹൂദന്റെ കൾച്ചറും ഒക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ വെറുതെ പ്രസംഗിക്കരുത് ഉപദേശിമാരെ. യഹൂദന് കൊടുത്ത പ്രമാണം ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം മൂത്ത മകന് ഇരട്ടി ഓഹരി കൊടുക്കണമെന്നും മറ്റ് മക്കൾക്ക് എന്നെങ്കിലും ഷെയർ, ഏതെങ്കിലും ഇഷ്ടദാനങ്ങൾ അപ്പന് ഇഷ്ടമുള്ളത് കൊടുക്കാം, അത് ചോദിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെയുള്ള ദൈവിക പ്രമാണങ്ങൾ നിലനിൽക്കെ ഇളയ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ എനിക്കുള്ള ഷെയർ തരണം, എൻ്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ, മര്യാദയ്ക്ക് തന്ന നല്ലത്. ഇന്നത്തെ ശൈലി പറയാം. ഇപ്പൊ മക്കൾ അപ്പനെ കൊല്ലുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആ ശൈലി പറഞ്ഞ കേട്ടോ. എന്താ അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടോ എനിക്കറിയില്ല, എൻ്റെ ശൈലി അങ്ങനെ പറഞ്ഞത്. എന്തായാലും അപ്പൻ അതിന് ചോദിച്ച പാടെ എന്ത് ചെയ്തു, കൊടുക്കേണ്ട ഷെയറൊക്കെ കിട്ടി. അവനിങ്ങനെ ഈ നമ്മൾ ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന റേഞ്ച് ഇല്ലാത്ത ഇടത്തേക്ക് അവൻ കിട്ടിയതെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്തു, ദൂരദേശത്തേക്ക് അവൻ പോയിട്ട് എന്താ സംഭവിച്ചത്? ദൂരദേശത്തേക്ക് പോയി തനിക്ക് ബോധിച്ചതുപോലെയൊക്കെ എന്ത് ചെയ്തു, ജീവിച്ചു. ഇന്ന് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം ജനാധിപത്യ രാജ്യത്ത് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇണയെ തിരഞ്ഞെടുക്കാനും, മതത്തിൽ ചേരാനും ചേരാതിരിക്കാനും, വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും, ദൈവത്തെ അംഗീകരിക്കാനും, ദൈവമില്ലെന്ന് പറയാനും ഒക്കെ എല്ലാത്തിനും അധികാരവും അവകാശം നമുക്കുള്ളപ്പോൾ തന്നെ പറയട്ടെ, തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ പോയി. അങ്ങനെ സുഖലോലുപനായി അടിച്ചു പൊളിച്ച് ജീവിച്ചു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ബാലൻസ് ഷീറ്റിൽ, ബാങ്കിൽ ഒന്നും ഇല്ലാതായി. പിന്നെന്ത് ചെയ്യും? പിന്നെ അവിടെ ഒരു സാറിന് വീട്ടിൽ തൊഴിലാളിയെ പോയി, മുൻപ് എൻ്റെ അപ്പൻ ശ്രേഷ്ഠനാണ്, ഞാൻ അത് ധനവാനായിരുന്നു, എൻ്റെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കുലമഹിമ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഒരു ധനവാന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സർ ക്ഷമിക്കണം, എനിക്കൊരു തൊഴിൽ വേണം, ഭക്ഷണം കിട്ടിയാൽ മാത്രം മതി. ഞാൻ എൻ്റെ ശൈലി പറയാം. എന്തായാലും കിട്ടിയ പണി പന്നിയെ മേയ്ക്കുന്ന. ശ്രദ്ധിക്കുക, ദൈവം കൊടുത്ത പ്രമാണം അനുസരിച്ച് പന്നി നിഷിദ്ധ മൃഗമാണ് യഹൂദന്. അതിനെ മേയ്ക്കുന്ന അവസ്ഥ കൊടുത്തു. അപ്പൊ പന്നിക്ക് കൊടുക്കുന്ന വാളവര എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കോളേജിന്റെ കോമ്പൗണ്ടിലൊക്കെ ഉള്ള ഒരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ട്, വാഗ. അത് ഇന്ത്യൻ വൃക്ഷമല്ല, വാഗ. അതിന്റെ നീളത്തിൽ അരിവാള് പോലിരിക്കുന്നതാണ് അതിന്റെ ഈ ഫലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പിള്ളേരായിരുന്ന സമയത്ത് അതിന് ചെറിയ പുളിപ്പും മധുരമുണ്ട്. അതിന് ഈ വാളംപുളി പോലെ തന്നെ അതിൻ്റെ ഇതും ചെറിയ മധുരമുണ്ട്. പക്ഷെ അധികം കഴിച്ചാൽ വയറിളകും. എന്തോ ആകട്ടെ, അത് പന്നിക്കും പശുവിനും ഒക്കെ ആയിട്ട് കന്നുകാലിക്കൊക്കെ കൊടുക്കുന്ന, ഉണങ്ങി പൊടിച്ചു കൊടുക്കുന്ന സാധനം വിശപ്പ് കാരണം തിന്നാൻ പോയപ്പോൾ ആ നാട്ടുകാരഞ്ഞു, ബ്രദർ, ഞങ്ങളുടെ നാട്ടിലേ ഇത് മനുഷ്യരല്ല പന്നിയാ കഴിക്കുന്നത്. എന്ത് ചെയ്യാനാ? വിശപ്പ് സഹിക്കാൻ മേലാതെ കഴിച്ചോ ഇല്ലയോ എന്നറിയില്ല, കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ബോധം വന്നു. എൻ്റെ അപ്പൻ്റെ വീട് എങ്ങനെയാണ്, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്, അവിടുത്തെ ഫുഡ് എങ്ങനെയായിരുന്നു. നേരെ ചൊവ്വേ വീട്ടിൽ ജീവിച്ചപ്പോൾ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും തൃപ്തിയല്ല, അത് കുറ്റം ഇത് കുറ്റം, അങ്ങനെയാണ്, എൻ്റെ കൂട്ടുകാരുടെ വീട് എങ്ങനെയാ, നാട്ടുകാരുടെ വീട് എങ്ങനെയാ, അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തലമുറകൾ പലയിടത്തും ഉണ്ട്. അതും ശ്രദ്ധിക്കണം. ലഭിച്ചതിൽ സന്തോഷമില്ലാത്തവൻ വേറെ എവിടെ പോയാലോ സന്തോഷം കിട്ടുന്ന? ആധുനിക തലമുറയുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയാണ് സന്തോഷം സമാധാനം കിട്ടുക? ഒടുവിൽ ധൂർത്തപുത്രൻ എന്നുള്ള അപരനാമത്തിൽ അറിയുന്ന ഇളയ മകൻ അവസാനം അപ്പന്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ഉപചോദ്യമുണ്ട്. ഈ ഓടിപ്പോയ മകനെ അപ്പൻ അന്വേഷിച്ചു പോയില്ല. ആ ഉപമകളിൽ കൊടുത്തിരിക്കുന്ന 3 ഉപമയില, ഒന്ന് 100 ആടുള്ളവന് ഒന്ന് പോയപ്പോൾ 99 മരുഭൂമിയിൽ ഇട്ടേച്ചു പോയെന്നാണ് മലയാളം വേർഷൻ. അതല്ല, കൂടെയുള്ള ഇടയന്മാരെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ
ആടിനെ തേടിപ്പോയി. ആടിനൊരു ഗുണമുണ്ട്, നിശ്ചിത ദൂരത്തിലധികം പോവുകയില്ല. പോയ വഴി മണം പിടിച്ചു വരാൻ നായ്ക്കൾക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ളതല്ല ജന്മനാ ഉള്ള കഴിവ് ഈ ആടിനില്ല. പോയത് തന്നെ. ദുഷ്ടമൃഗം പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇടയൻ അന്വേഷിച്ചു പോയി. എന്നാൽ ബ്രഹ്മയുടെ ഉപമയിൽ അത് ഖരവസ്തു മെറ്റലായതുകൊണ്ട് ആ സ്ത്രീയാണ് അന്വേഷിച്ചു പോയി. ഇതിനൊക്കെ യഹൂദ കൾച്ചറുമായിട്ട് ബന്ധമുണ്ടെന്ന് മറക്കരുത്. അപ്പോൾ ഈ ധൂർത്തപുത്രനെ അന്വേഷിച്ചു പോയില്ല. കാരണം മനുഷ്യന് സുബോധമുണ്ടാകുമെന്നും കോമൺ സെൻസ് ഉണ്ടാകുമെന്നും ശരിതെറ്റുകളെ തിരിച്ചറിയുന്ന ഒരു സമയത്ത് അവൻ മടങ്ങി വരുമെന്നും അപ്പനറിയാം, സ്വർഗത്തിലെ ദൈവത്തിനും അറിയാം. നാം ഇതിലെല്ലാം പോയാലും സൃഷ്ടിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരും. എത്ര പിറുവിറുത്താലും എത്ര മത്സരിച്ചാലും തിരിഞ്ഞു വരുന്നൊരു സമയമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ മക്കളും ഞാനും നിങ്ങളും മത്സരികളാണോ? വരണദേശത്ത് പാർക്കും. എന്നാൽ ഒരു കാലത്ത് നമ്മളെ അത് തണുപ്പിക്കുന്ന ഇടത്തേക്ക് വരേണ്ട ഭൂമിയിൽ നിന്നും ആത്മാവിന്റെ മഴ ലഭിക്കുന്ന, അതെ, സ്വച്ഛ സ്ഫടികമായ തങ്കനിർമ്മിതമായ അവസ്ഥയിലേക്ക് നമ്മളെയും നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരുന്ന ഒരു സൃഷ്ടാവുണ്ട്, മറക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പനറിയാം അവൻ മടങ്ങി വരും. അതാണ് ശരിയായ മാർഗം. അല്ല മകൻ